പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. അപ്പോൾ ഈ ഒരു പരിധി മൊത്തം എടുത്ത് നോക്കൂ. ആരെങ്കിലും കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് 2016 ചെറിയ രീതിയിൽ തുടങ്ങി, താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നു, പതിയെ 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 തൻ്റെ കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു ഓറയുള്ളൊരു പാട്ടുകാരനാണ്. ഭയങ്കരമായ രീതിയിൽ ഓഡിയൻസിനെ ആകർഷിക്കാൻ ശേഷിയുള്ള വാക്കുകളിലും വരികളിലും അഗ്നി പടർത്താൻ ശേഷിയുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. അതുകൊണ്ട് തന്നെ എനിക്ക് വേടനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു റേപ്പ് അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വരുന്നു. ആ പെൺകുട്ടി കോടതിയിൽ പരാതി കൊടുക്കാത്തത് കൊണ്ട് നമ്മളാരും അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷേ ഇദ്ദേഹം അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 കഞ്ചാവ് കേസുമായിട്ട് പിടിക്കപ്പെട്ടു. രണ്ടാമത് വീണ്ടും കഞ്ചാവ് കേസുമായി പിടിക്കപ്പെട്ടു. നമ്മൾ ഈ നാണം കേട്ടല്ലോ. പക്ഷേ വേടൻ ഇത് ചെയ്യുന്നപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചായിരുന്നു ന്യായീകരണം. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഇനി ഞാൻ എവിടെയാണ്? അതാ ഞാൻ പറഞ്ഞത്. 2021 22 23 24 25 തുടക്കത്തിലോ നമ്മൾ ആരും വേടനെ എതിർത്തിട്ടുമില്ല. വേടന്റെ പാട്ട് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം വേടനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വേടൻ പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമാണ് വേടനെ നമ്മൾ കേരളത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. കറക്റ്റാണല്ലേ? എപ്പോഴാണ് നമുക്കിത് തോന്നിയത്? ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഒരു കഞ്ചാവ് കേസിൽ അയാൾ പിടിക്കപ്പെടുന്നു. അയാളുടെ കഴുത്തിൽ പുലിപ്പല്ല് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഫോറസ്റ്റ് ഒരു കേസ് എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? അതെ. അപ്പോൾ പുറത്തിറങ്ങിയ വേടൻ നോക്കിയപ്പോൾ തനിക്ക് മുൻപെങ്കും കിട്ടാത്ത വിധം, തൻ്റെ പരിപാടിക്ക് മുമ്പില്ലാത്ത വിധം ആൾക്കാർ വരുന്നു, മുൻപ് കിട്ടാത്ത വിധം സ്വീകാര്യത കിട്ടുന്നു. കിട്ടിയതിൻ്റെ കാരണം ഈ ജാതി കാർഡ് സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് അനുകൂലമായിട്ട് ഏതോ ഒരു വിഭാഗം ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 100% ഞാൻ യോജിക്കുന്നു. പക്ഷെ പുറത്തിറങ്ങിയ വേടൻ പാട്ട് കല എന്നത് മാറ്റി വേടൻ പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ്. എന്റെ കർത്താവേ, എന്താ മാഷേ ഒരു ചെറിയ മിന്നലെ പോയി ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്. കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീറാമിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. കേരളത്തിൽ 5 നേരം കേൾക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക്. എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിന് മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും 5 നേരം ബാങ്കിൽ ഇത് വിളി മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. യാതൊരു അറിവുമില്ലാതെ വന്നിരുന്നിട്ട് പറയുന്നു രാമനെ അറിയാതെ രാവണനെ എങ്ങനെ അറിയാൻ പറ്റും? സേതുമാധവൻ ഇല്ലെങ്കിൽ കീരിക്കാടൻ ജോസിന് എന്ത് പ്രസക്തി? ഈ ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്നാ പറയുന്നത്. കറക്റ്റ് എന്ന്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ആ ഇന്റർവ്യൂ ഒന്ന് കേട്ടിരുന്നത്. ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാളിത് പറയുമ്പോൾ പറയാണ് കറക്റ്റാണ്. ഒരുവൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാണെന്നാണ് അവിടെ വേടൻ പറയുന്നത്. ഇത് ധാരണ വാക്കാണ്. ജനിച്ചതിന്റെ ഫലമായിട്ട് DNA-യിലൂടെ ജീനിലൂടെ അവന് പഠിക്കാനുള്ള കഴിവില്ല, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ ഇത് പഠിച്ചാൽ മനസ്സിലാകാത്തൊരുത്തനാണെന്നാണ് അവിടെ വേടൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ ദളിത് വിഭാഗത്തിലുള്ള ഒരു SI വന്നാൽ അവിടുത്തെ ബ്രാഹ്മണൻ അയാളുടെ മുന്നിൽ പോയിട്ട് എന്താ സാറേ എന്നെ ചോദിക്കൂ. അതിന് വേണ്ടിയിട്ട് വളരുക എന്നാണ് നമ്മൾ പറയുന്നത്. അത് ശരിയാ. അല്ലാതെ ഞാൻ ദളിതനാണ്, നീ നായരാണ്, നീ മറ്റവനാണ്, ആണേൽ എനിക്കൊരു കോപ്പുമില്ല എന്നൊന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഉത്തരം പറ. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. വേടനെ സംബന്ധിച്ച് അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. കേരളത്തിൽ ഏത് മാറ്ററാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ആളിക്കത്തി ചർച്ചയായിട്ടുള്ളത്, ആ മാറ്ററുകളെല്ലാം കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ.